പ്രിയമുള്ള വിദ്യാർത്ഥികളെ, SM ഫിസിക്സ് ഓൺലൈൻ്റെ ഇതുവരെയുള്ള എല്ലാ ട്യൂട്ടോറിയലുകളും നിങ്ങൾ കൃത്യമായി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുളംബ്സ് ലോ തന്നെയാണ്. പക്ഷേ കുളംബ്സ് ലോൻ്റെ വെക്റ്റർ ഫോം എന്നുള്ളൊരു ടോപ്പിക്കാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമായി ഞാൻ ഈ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂളംബ്സ് ലോ വെക്റ്റർ ഫോം. രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ് കൂളംബ്സ് ലോ പറയുന്നത്. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്? F = 1/4πε0 Q1 Q2 / R². ഈ Q1 Q2 എന്നുള്ളത് അത് രണ്ടും വേണമെങ്കിൽ എന്താവാം? പോസിറ്റീവ് ആവാം, രണ്ടും എന്താവാം? നെഗറ്റീവ് ആവാം. അതായത് രണ്ട് ചാർജുകൾ Q1 Q2 രണ്ടും പോസിറ്റീവ്, അല്ലെങ്കിൽ Q1 Q2 രണ്ടും നെഗറ്റീവ്. ഇങ്ങനെയാണെങ്കിൽ അവിടെ എന്താ ഫോഴ്സാണ് ഉണ്ടാവുക? അവിടെ റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവും Q1 എന്നുള്ളത് പോസിറ്റീവും Q2 എന്നുള്ളത് നെഗറ്റീവാണെങ്കിൽ എന്താ ഉണ്ടാവുക? അവിടെ അട്രാക്റ്റീവ് ഫോഴ്സാണ് ഉണ്ടാവുക. കൂടാതെ ഈ രണ്ട് ഫോഴ്സുകൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഈ രണ്ട് ഫോഴ്സുകൾ ഇറ്റ് വിൽ ആക്ട് അലോങ് ദി സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. രണ്ട് ചാർജുകളെ ബന്ധിപ്പിക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും ഈ ഫോഴ്സ് ഉണ്ടാവുക, ഐദർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് നമുക്ക് കൂളംബ്സ് ലോനെ വെക്റ്റർ ഫോമിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായി എന്താണ് ഒരു വെക്റ്റർ? എന്താണ് വെക്റ്റർ? ദ ക്വാണ്ടിറ്റി വിച്ച് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് എ വെക്റ്റർ. വെക്റ്റർ എന്നാൽ എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്ററിന് എന്തുണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ്, ഒരു അളവുണ്ടായിരിക്കും. കൂടാതെ എന്തുണ്ടായിരിക്കും? ഒരു ദിശ ഉണ്ടായിരിക്കും, ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയുക? വെക്റ്റർ എന്ന് പറയുക. അപ്പോൾ കൂളംബ്സ് ലോൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതാം. നമ്മൾ പഠിച്ച ഇക്വേഷനാണ് F = ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F = 1/4πε0. നമ്മൾ വാക്വത്തിലാണ് രണ്ട് ചാർജുകളെ പ്ലേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ചാർജ്? ഫസ്റ്റ് വൺ ഈസ് Q1 ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് Q2. അവ തമ്മിലുള്ള ദൂരം എന്താണ്? R ആണ്. ദാറ്റ് ഈസ് R². ഇത്രയാണ് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഫോഴ്സ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഫോഴ്സ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫോഴ്സ് ഒരു വെക്റ്ററാണ്. അപ്പോൾ വെക്റ്ററായ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും നമ്മളതിനെ വെക്റ്റർ ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യണം, അല്ലേ? പക്ഷെ റൈറ്റ് സൈഡിൽ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 / R² എന്ന് നമ്മൾ പറയുന്ന ആ ക്വാണ്ടിറ്റി കംപ്ലീറ്റ് എന്താണ്? ഒരു സ്കേലാറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടി വരണം? ഒരു വെക്റ്റർ എന്നുള്ളൊരു യൂണിറ്റ് വെക്റ്റർ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് വെക്റ്റർ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചാണ്. അപ്പോൾ അതുകൂടി ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇത് പരിപൂർണമായിട്ട് ഏതിലേക്ക് മാറുള്ളൂ? വെക്റ്റർ ഫോമിലേക്ക് മാറുള്ളൂ. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടോപ്പിക്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ആക്സിസ്, നമുക്ക് സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന ഇതിന് ആക്സിസ് എന്നാണ് പറയുക. ഇവിടെ ഞാൻ രണ്ട് ചാർജുകളെ കൺസിഡർ ചെയ്യണം. ഒന്ന് Q1, ഇത് Q1 എന്നുള്ള ചാർജ്, ഇത് Q2 എന്നുള്ള ചാർജ്. Q1 എന്നുള്ളത് ഈ O എന്നുള്ള പോയിന്റുമായി നമ്മൾ പറയുകയാണെങ്കിൽ, O എന്നുള്ള പോയിന്റിൽ നിന്ന് Q1 റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വെക്റ്റർ ഉണ്ട്. ഈ വെക്റ്ററിനാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുക. എന്താ പറയുക? പൊസിഷൻ വെക്റ്റർ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് R1. ഇത് Q1 എന്നുള്ള ഒന്നാമത്തെ ചാർജ് ആയതുകൊണ്ട് ഈ വെക്റ്ററിന് നമ്മൾ എന്ത് പേര് നൽകി? R1 എന്ന് പേര് നൽകി. അതുപോലെ ഇത് ഏതാണ് ചാർജ്? ഇത് Q2 എന്നുള്ള ചാർജാണ്. അപ്പോൾ Q2 എന്നുള്ള ചാർജിലേക്കും എനിക്ക് എവിടെ നിന്ന് വെക്റ്റർ വരയ്ക്കാം? O എന്നുള്ള പോയിന്റിൽ നിന്ന് ഏത് വരയ്ക്കാം? പൊസിഷൻ വെക്റ്റർ. ഈ വെക്റ്ററിനൊരു പേരുണ്ട്, എന്താ പറയുക? പൊസിഷൻ വെക്റ്റർ. നിങ്ങൾ പണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയുന്നത്. പൊസിഷൻ വെക്റ്റർ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പൊസിഷൻ വെക്റ്റർ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇതിന് ഞാൻ R2 എന്ന് രേഖപ്പെടുത്തി. ഇപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് നമുക്കിവിടെ ഉണ്ട്. ഇനി ഈ ചാർജ് വെക്റ്ററിന് എപ്പോഴും നമ്മളൊരു ആരോ മാർക്ക് ഡിനോട്ടേഷൻ കൊടുക്കണം. ഞാനൊന്നുകൂടെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കുന്നു എന്ന് മാത്രം. ഇനി Q1 എന്നുള്ള ചാർജിൽ നിന്ന് Q2 എന്നുള്ള ചാർജിലേക്ക് ഒരു വെക്റ്റർ ഉണ്ടായിരിക്കും. ഈ വെക്റ്റർ Q1 എന്നുള്ള പോയിന്റിൽ നിന്ന് Q2 എന്നുള്ള പോയിന്റിലേക്കുള്ള ഒരു വെക്റ്റർ, അല്ലേ? ഇത് R1 ആണ്, ഇത് R2 ആണ്. അപ്പോൾ Q1 എന്നുള്ള ചാർജിൽ നിന്ന് തുടങ്ങുകയും Q2 എന്നുള്ള ചാർജിൽ അവസാനിക്കുകയും ചെയ്യുന്ന വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക R21 എന്നാണ്.
എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടേക്കുള്ള വെക്ടറാണ്, രണ്ടിലേക്കുള്ള വെക്ടറാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് R21. ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അത് പ്രകാരമൊക്കെ നമുക്കിതിനെ എഴുതാൻ സാധിക്കും. അതായത് രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യുക എങ്ങനെയാണ്, ഒരു വെക്ടറിൻ്റെ ടെയിലിൽ അടുത്ത വെക്ടറിൻ്റെ ഹെഡ് വയ്ക്കുന്നു, അടുത്ത വെക്ടർ. അപ്പോൾ ഈ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്ത ഈ വെക്ടർ കിട്ടണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് R1 + R21 ആണ് R2 അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച കാര്യമാണ് ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ. ദാറ്റ് ഈസ് R1 + R21 ഈസ് ഈക്വൽ ടു ഏതായിരിക്കും, റിസൾട്ടൻറ്റ് വെക്ടർ ആയിരിക്കും, R2 ആയിരിക്കും. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ R21 എന്തായിരിക്കും? ഈ R21നെ മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? R21 ഈസ് ഈക്വൽ ടു R2 - R1. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് R21 എന്ന് ഇവിടെ എഴുതിയത്. R21 എന്ന് പറഞ്ഞാൽ Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടറാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? വെക്ടർ R2 - വെക്ടർ R1 ആണ്. അങ്ങനെയാണെങ്കിൽ R12 എന്തായിരിക്കും? R12 എന്നുള്ള വെക്ടർ എന്തായിരിക്കും? അപ്പോൾ നേരെ തിരിച്ച് Q2 എന്നുള്ള ചാർജിൽ നിന്ന് Q1ലേക്കുള്ള വെക്ടർ അല്ലേ? അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ സാധിക്കും? ഇതേ മാതൃകയിൽ R1 - R2. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ചില വസ്തുതകളാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ടും പോസിറ്റീവാണെന്ന് കരുതുക. രണ്ട് ചാർജും പോസിറ്റീവ്, അല്ലെങ്കിൽ രണ്ട് ചാർജും നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുകയാണ് Q1 × Q2. അതല്ലേ വേണ്ടത്? Q1 × Q2 എന്നുള്ള ടേമാണ് അവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് ചാർജും പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പാണ് Q1 Q2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. Q1 പോസിറ്റീവാണ്, Q2 പോസിറ്റീവാണ്. അപ്പോൾ Q1 × Q2 എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ Q1 × Q2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് രണ്ടും ഒരുപോലെയുള്ള ചാർജുകൾ വരുമ്പോൾ അത് സംഭവിക്കുക. അപ്പോൾ ഉറപ്പാണ് അവിടുത്തെ ഫോഴ്സ് ഏതായിരിക്കും? ഉറപ്പായിട്ടും അതെന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. Q1 × Q2. Q1 Q2 രണ്ടും നെഗറ്റീവായി നിങ്ങൾ കരുതിക്കോളൂ. -Q1 × -Q2 രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. അപ്പോഴും നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോഴും ഏതാണ് ഫോഴ്സ്? റിപ്പൾസീവ് ആണ്. നിങ്ങൾ ആലോചിക്കുക, Q1 × Q2 <0. അതെപ്പോഴാണ് കണ്ടീഷൻ വരിക? ഏതെങ്കിലും ഒരു ചാർജ് നെഗറ്റീവും മറ്റേ ചാർജ് പോസിറ്റീവും ആണെങ്കിലാണ് Q1 × Q2 <0 വരിക. അപ്പോൾ ഏതായിരിക്കും ഫോഴ്സ് വരിക? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും തമ്മിൽ എന്ത് ചെയ്യും? അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ എന്താണ് ഫോഴ്സ് വരിക? അത് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കൂളംസ് ലോയിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റിൽ ഈ പറയുന്ന R21 ആയിക്കോട്ടെ അല്ലെങ്കിൽ R12 ആയിക്കോട്ടെ, അതിലൂടെ ആയിരിക്കും ഈ അട്രാക്റ്റീവും റിപ്പൾസീവും ആയിട്ടുള്ള ഫോഴ്സുകൾ ഉണ്ടാവുക. അട്രാക്റ്റീവ് ആണെങ്കിലും റിപ്പൾസീവ് ആണെങ്കിലും ഈ ഫോഴ്സ് ഉണ്ടാവുക ത്രൂ ദി ലൈൻ ജോയിനിങ് ദീസ് ടു ചാർജസ്. ഈ രണ്ട് ചാർജുകളെ ബന്ധിപ്പിക്കുന്ന ആ ലൈനിലൂടെ ആയിരിക്കും എന്തുണ്ടാവുക? ആ ഫോഴ്സ് ഉണ്ടാവുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പ്രാരംഭമായിട്ട് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതുമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗം പറഞ്ഞു പോയി എന്ന് മാത്രം. ഇനി R21 എന്നുള്ള വെക്ടർ, ഈ ഏത് വെക്ടറിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക അതിൻ്റെ യൂണിറ്റ് വെക്ടർ സഹിതമാണ്. നമ്മൾ പഠിച്ച കാര്യം, ഏത് വെക്ടറിൻ്റെ കൂടെയും ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. xi + yj + zk. വെക്ടർ R = xi + yj + zk. അതിൽ ijk എന്നുള്ളത് എന്തായിരുന്നു? ദാറ്റ് ആർ യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് x, y ആൻഡ് z ഡയറക്ഷൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ യൂണിറ്റ് വെക്ടർ കാണണം. ഏതിൻ്റെ? R21ൻ്റെ യൂണിറ്റ് വെക്ടർ എനിക്ക് കാണണം. R21ൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? എപ്പോഴും ക്യാപ്പ് എന്നുള്ള സിമ്പലാണ് കൊടുക്കുന്നത്. അതിന് ക്യാപ്പ് എന്നാണ് വായിക്കുക, ഒരു തൊപ്പി വെച്ച പോലെ. അപ്പോൾ R21 എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന വെക്ടറാണ് ഇത്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ. സോ R21 = നിങ്ങൾ പഠിച്ച ഇക്വേഷനാണ് വെക്ടർ R21 ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21. യൂണിറ്റ് വെക്ടർ ഓഫ് R21 = വെക്ടർ R21 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21. അങ്ങനെയാണെങ്കിൽ എനിക്ക് യൂണിറ്റ് വെക്ടർ R12 എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എങ്ങനെ എഴുതാം? വെക്ടർ R12 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് R12. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നൗ ഐ ആം ഗോയിങ് ടു എക്സ്പ്രസ് ദ റിലേഷൻ ഓഫ് Coulomb's law ഇൻ വെക്ടർ ഫോർമാറ്റ്.
ഇനി ഈ പറയുന്ന കൂളംസ് ലോനെ ഞാൻ ഈ യൂണിറ്റ് വെക്റ്റർ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടോപ്പിക്കായി? കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോർമാറ്റായി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഒക്കെ അറിയുന്ന കാര്യങ്ങളാണ്, പ്ലസ് വണ്ണിൽ പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് പറയാണ്. F12 എന്ന് പറഞ്ഞാൽ എന്താണ്? F12 ഒരു വെക്റ്ററാണ്. എന്താണ് F12? F12 എന്നാൽ ഒന്നാമത്തെ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഒന്നാമത്തെ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏത് കാരണം കൊണ്ട്? രണ്ടാമത്തെ ചാർജ് കാരണം. സോ F12 ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഡ്യൂ ടു Q2. Q2 കാരണം കൊണ്ട് Q1 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അത് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അതിനെ നമ്മൾ രേഖപ്പെടുത്തുന്നതാണ് ഇത് F12. അതുപോലെ F21 അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഏത് ചാർജാണ്? ഏതാണോ ആദ്യത്തെ നമ്പർ ആ ചാർജ്. ഏതവിടെ ആദ്യത്തെ നമ്പർ? 2 ആണ്. സോ Q2 ഡ്യൂ ടു Q1. ഒന്നാമത്തെ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏത് മുഖേന? രണ്ടാമത്തെ ചാർജ് കാരണം. അതാണ് F12. ഏത് ചാർജ് ആ ചാർജാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അതേപോലെ F21 രണ്ടാമത്തെ ചാർജ് ഒന്നാമത്തെ ചാർജ് മുഖേന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് രണ്ട് ചാർജും പോസിറ്റീവാണെന്ന് അസ്യൂം ചെയ്യുക. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവുക? റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ രണ്ട് റിപ്പൾസീവ് ഫോഴ്സുകളാണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയുള്ളത്. ഒരു F21 എന്നുള്ള ഫോഴ്സും F12 രണ്ട് റിപ്പൾസീവാണ്, രണ്ടും വികർഷിക്കുകയാണ്. അപ്പോൾ രണ്ട് ഡയറക്ഷനിലാണ്. ഇനി ഇവിടെ F21 എനിക്ക് കാണാം. കൂളംസ് ലോൻ്റെ ഇക്വേഷൻ ഞാൻ F21 ഞാനിവിടെ കാണാൻ പോവാണ്. F21 ഈസ് ഈക്വൽ ടു എന്താണ് കൂളംസ് ലോൻ്റെ ഇക്വേഷൻ? 1/4πε0. കാരണം വാക്വത്തിലാണ്, അതുകൊണ്ടാണ് ε0. ഏതൊക്കെയാണ് ചാർജ്? Q1 × Q2 ഡിവൈഡഡ് ബൈ F21ൻ്റെ ഡയറക്ഷൻ ഏതാണ്? ഈ R21 എന്നുള്ള വെക്ടറിൻ്റെ അതേ ദിശയിലാണ് F21 നിൽക്കുന്നത് അല്ലേ? R21 എങ്ങോട്ടാണ്? R21 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ചാർജിലേക്ക് ഒന്നാമത്തെ ചാർജിൽ നിന്നുള്ള വെക്ടർ, ആ ദിശയിലല്ലേ F21 നിൽക്കുന്നത്? ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കുക? R21ൻ്റെ എന്താണ്? സ്ക്വയർ. കൂടാതെ ഇത്ര എഴുതി കഴിഞ്ഞത് എന്തേ ഉള്ളൂ? സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളൂ. കൂടാതെ അതിൻ്റെ ദിശ കൂടെ വേണം. അപ്പോൾ R21ൻ്റെ യൂണിറ്റ് വെക്ടർ അവിടെ നമ്മൾ രേഖപ്പെടുത്തണം. ഏതാണ് R21ൻ്റെ യൂണിറ്റ് വെക്ടർ? R21 ക്യാപ്പ്. ഇപ്പോൾ F21 നമുക്ക് കിട്ടി. അപ്പോൾ F21 എന്താണ് ഇക്വേഷൻ? ഇപ്പോൾ കൂളംസ് ലോ നമ്മൾ വെക്ടർ ഫോർമാറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ദാറ്റ് ഈസ് വെക്ടർ F21 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R21 ദി സ്ക്വയർ. R21 എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടർ അല്ലേ? Q1 നിന്ന് Q2ലേക്കുള്ള വെക്ടറിനാണ് നമ്മൾ R21 എന്ന് രേഖപ്പെടുത്തുക. R21 സ്ക്വയർ. കൂടാതെ അതിൻ്റെ ദിശ എന്താണ്? R21 ക്യാപ്പ്. അതുപോലെ F12 എങ്ങനെ എഴുതാം? F12 ഈസ് ഈക്വൽ ടു 1/4πε0. F12ൻ്റെ ദിശ എങ്ങോട്ടാണ്? F12 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതിൻ്റെ സാന്നിധ്യം കൊണ്ട്? രണ്ടാമത്തെ ചാർജ് കാരണം. രണ്ടും ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പൽഷനാണ് ഉണ്ടാവുക. റിപ്പൽഷൻ ആണെങ്കിൽ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിലൂടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ F12ൻ്റെ ഡയറക്ഷൻ എന്താണ്? ദാറ്റ് ഈസ് 1/4πε0 Q1 × Q2 ഡിവൈഡഡ് ബൈ ഏത് ദിശയിലാണ്? R21ൻ്റെ ദിശയിലാണോ F12? അല്ല, അതിന് നേരെ വിപരീതമാണ്. R21ന് നേരെ വിപരീതമായിരുന്നു ഏത്? R12. ദാറ്റ് ഈസ് R12ൻ്റെ ദിശ എങ്ങോട്ടാണ്? ഇതാണ് R12ൻ്റെ ദിശ. വെക്ടർ R12 എവിടെ നിന്ന് എങ്ങോട്ടാണ്? Q2വിൽ നിന്ന് Q1ലേക്കുള്ള വെക്ടറാണ് ഇത് R12. സോ R12 ദി സ്ക്വയർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ R12. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. R12 എന്നുള്ളതും R21ഉം അളവിൽ രണ്ടും സെയിം ആണ്. പക്ഷേ എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. R21ൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് ആര്? R12. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? R21 ക്യാപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് R12 ക്യാപ്പ്. കാരണം രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വൈസ് രണ്ടും സെയിം ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആണ്. പക്ഷേ ഡയറക്ഷൻ രണ്ടും ഒന്നാണോ? അല്ല. ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന വെക്ടറാണ് ഇത് യൂണിറ്റ് വെക്ടർ. അപ്പോൾ നേരെ വിപരീത ദിശയായതുകൊണ്ട് R21 എന്നുള്ളത് മൈനസ് ഓഫ് R12 ആണ്.
എന്ന് പറഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് ദിശയിലാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് രണ്ട് ഫോഴ്സുകളും ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും, കാരണം ഡയറക്ഷൻ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ രേഖപ്പെടുത്താം? F21 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F12 എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സുകൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് ലോയാണ്? ന്യൂട്ടൺസ് തേർഡ് ലോയാണ്. അപ്പോൾ കുളംസ് ലോ എന്നുള്ളത് ഏതിനെയും ഒബേ ചെയ്യുന്നുണ്ട്? ന്യൂട്ടൺസ് തേർഡ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് വെക്റ്റർ ഫോർമാറ്റിൽ നമ്മൾ ഏതിനെ രേഖപ്പെടുത്തുക? കൂളംസ് ലോനെ നമ്മൾ രേഖപ്പെടുത്തുക എങ്ങനെയാണ്? ഇനി ജനറലി എനിക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ R12 R21 എന്നൊക്കെ പറയുന്ന പോലെ ഇനി ജനറലി R എന്നുള്ള പൊസിഷൻ വെക്റ്റർ ആണെങ്കിൽ ഈ R12 എന്നുള്ളതിന് പകരം ജനറലി നമ്മൾ സാധാരണ പൊസിഷൻ വെക്റ്ററിന് സ്മോൾ ലെറ്റർ R ആണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ജനറലി എനിക്ക് കൂളംസ് ലോ എങ്ങനെ എഴുതാം? F ഇസ് ഈക്വൽ ടു വെക്റ്റർ F ഇസ് ഈക്വൽ ടു 1/4πε0 Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ R² ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ R ക്യാപ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്കെയിലർ ആയിട്ടുള്ളൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിൻ്റെ കൂടെ എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഇറ്റ് മീൻസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദി ടു ചാർജസ് Q1 ആൻഡ് Q2 ഈസ് ആക്ടിങ് അലോങ് ദിസ് യൂണിറ്റ് വെക്റ്റർ. ഈ യൂണിറ്റ് വെക്റ്ററിൻ്റെ ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലായി. ആൻഡ് ദിസ് ഈസ് ദ ടോപ്പിക് കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർത്തട്ടെ. താങ്ക് യു.